നമസ്കാരം SCV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. രാഹുൽ മാങ്കൂട്ടത്തിലിന് സംരക്ഷണ വലയം തീർക്കുന്നത് കോൺഗ്രസ് എന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാഹുലിന്റെ അറസ്റ്റ് കോടതി തടഞ്ഞത് സ്വാഭാവിക നടപടി. കൊല്ലത്തുണ്ടായ ദേശീയപാത തകർച്ച കേരളത്തിന്റെ തലയിൽ ഇടാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് നടക്കില്ലെന്നും ദേശീയപാതയുടെ മുഴുവൻ കാര്യങ്ങൾ നിശ്ചയിക്കുന്നത് NHA ആണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് പുറത്താക്കിയത് മറ്റൊരു നിവൃത്തിയും ഇല്ലാത്തതിനാലാണെന്ന് മന്ത്രി K. രാജൻ. തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടിങ്ങിനാവശ്യമായ EVM മെഷീൻ കമ്മീഷനിംഗ് നടപടിക്രമങ്ങൾ ശനിയാഴ്ച പൂർത്തിയായി. സ്ട്രോങ് റൂമിലെത്തിച്ച EVM മെഷീനുകൾ ഇനി പോലീസ് കാവലിൽ. പുതുക്കി നിശ്ചയിച്ച വോട്ടർ പട്ടികയിൽ ഇത്തവണ പാലക്കാട് ജില്ലയിൽ 22,33,390 വോട്ടർമാർ, 11,51,562 പുരുഷ വോട്ടർമാരും 12,81,805 സ്ത്രീ വോട്ടർമാരും. മുനിസിപ്പാലിറ്റികളിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാർ പാലക്കാട്. പഞ്ചായത്ത് തലത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാർ അലനല്ലൂർ പഞ്ചായത്തിൽ. ആധുനിക അറവുശാല മുതൽ സാറ്റലൈറ്റ് നഗരം വരെ വിഭാവനം ചെയ്ത പാലക്കാട് നഗരസഭ LDF പ്രകടന പത്രിക. മറ്റുള്ളവരുടെ വികസന പദ്ധതിക്കുമേൽ കയറിയിരുന്നാണ് BJP വോട്ട് തേടുന്നതെന്നും കഴിഞ്ഞ 10 വർഷം കൊണ്ട് നഗരവികസനത്തിനായി 750 കോടി രൂപ സംസ്ഥാന സർക്കാർ ചെലവഴിച്ചതായും LDF മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് സെക്രട്ടറി CP പ്രമോദ്. വാടകകുളം ടൗണിൽ ആകാശപാത നിർമ്മിക്കുന്നതടക്കം നിരവധി വാഗ്ദാനങ്ങളുമായി NDA പ്രകടന പത്രിക. പഞ്ചായത്തിൽ കോൺഗ്രസും CPIM-ഉം കൂട്ടുകെട്ടെന്ന BJP വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാൽ. കേരളത്തിൽ PM ശ്രീ LDF നടപ്പാക്കില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ഇത് സംബന്ധിച്ച് CPIM-ഉം CPI-യും വ്യത്യസ്ത നിലപാടുകളിലല്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉൾപ്പെട്ടവർ ആരായാലും ശിക്ഷിക്കപ്പെടണമെന്ന് തന്നെയാണ് LDF-ന്റെയും CPI-യുടെയും നയമെന്നും ബിനോയ് വിശ്വം. മുൻപുണ്ടായതിനേക്കാൾ വലിയ വിജയം ഇത്തവണ LDF-ന് ഉണ്ടാകും. ഇന്ത്യ മറക്കാൻ പാടില്ലാത്ത ഒരു ദിനമാണ് ഡിസംബർ 6 എന്നും ബിനോയ് വിശ്വം. വാർത്തകൾ വിശദമായി. രാഹുൽ മാങ്കൂട്ടത്തിന് സംരക്ഷണം വലയം തീർക്കുന്നത് കോൺഗ്രസ് എന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് കോടതി തടഞ്ഞത് സ്വാഭാവിക നടപടിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കൊല്ലത്തുണ്ടായ ദേശീയപാത തകർച്ച കേരളത്തിന്റെ തലയിൽ ഇടാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് നടക്കില്ലെന്നും ദേശീയപാതയുടെ മുഴുവൻ കാര്യങ്ങളും നിശ്ചയിക്കുന്നത് NHA ആണെന്നും തൃശ്ശൂരിൽ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. പോലീസിന് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാതിരിക്കേണ്ട യാതൊരു സമീപനവും സ്വീകരിക്കേണ്ടതായിട്ടില്ല. കാരണം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുക എന്നത് അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമാണ്. പക്ഷേ പോലീസിൽ നിന്ന് മറഞ്ഞു നിൽക്കുന്നതിന് വേണ്ടിയുള്ള രക്ഷാവലയം കോൺഗ്രസ് തന്നെ തീർത്തിരിക്കുന്നു എന്നുള്ളതാണ് പൊതുവെ മനസ്സിലാക്കുന്ന കാര്യം. ഇപ്പം നാഷണൽ ഹൈവേ അതോറിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ നിർമ്മാണ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി തന്നെയാണ്. തൽക്കാലം അതൊന്ന് കേരളത്തിലെ ഗവൺമെൻറ് പള്ളിക്കിടാം എന്നൊരു താല്പര്യത്തിൻ്റെ ഭാഗമാണ് ഈ ചോദ്യമെന്ന് മനസ്സിലായി. പക്ഷെ വഴിയില്ല. കാരണം പറയട്ടെ അതിനൊരു വഴിയുമില്ല. കാരണം എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നത് അവരാണ്. അതിനവർക്ക് കൃത്യമായ സംവിധാനങ്ങളുമുണ്ട്. ആ സംവിധാനത്തിൽ ചില പാളിച്ചകൾ പറ്റുന്നു എന്നുള്ളതാണ് നമ്മുടെ നാടിൻ്റെ അനുഭവമായി വന്നിട്ടുള്ളത്. അതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ പൊതു തിരഞ്ഞെടുപ്പിലേക്ക് പുതുക്കി പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയിൽ 24,33,390 വോട്ടർമാർ, 11,51,562 പുരുഷന്മാരും 12,81,805 സ്ത്രീ വോട്ടർമാരും 23 ട്രാൻസ്ജെൻഡേഴ്സും 87 പ്രവാസി വോട്ടർമാരുമാണുള്ളത്. പഞ്ചായത്ത് തലത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാർ അലനല്ലൂർ ഗ്രാമപഞ്ചായത്തിലാണ്, 46,096 പേർ. മുനിസിപ്പാലിറ്റിയിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാർ പാലക്കാട്. ജില്ലയിൽ ഗ്രാമപഞ്ചായത്ത് തലത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളത് അലനല്ലൂർ ഗ്രാമപഞ്ചായത്തിലാണ്, 46,096 വോട്ടർമാരാണുള്ളത്. കുറവ് വോട്ടർമാരുള്ളത് നെല്ലിയാമ്പതി ഗ്രാമപഞ്ചായത്തിലാണ്, 4,018 പേർ. മുനിസിപ്പാലിറ്റികളിൽ 1,18,759 വോട്ടർമാരായി പാലക്കാട് മുനിസിപ്പാലിറ്റിയാണ് മുന്നിലുള്ളത്. പട്ടാമ്പി മുനിസിപ്പാലിറ്റിയാണ് ഏറ്റവും കുറവ് വോട്ടർമാരുള്ളത്, 24,305. പുതുക്കിയ വോട്ടർ പട്ടിക അതത് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാരുടെ പക്കൽ പരിശോധനയ്ക്ക് ലഭ്യമാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ തുടരുന്നു. ഷൊർണൂർ മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പിലേക്കുള്ള വോട്ടിങ്ങിനാവശ്യമായ EVM മെഷീനുകൾ കമ്മീഷനിംഗ് നടപടിക്രമങ്ങൾ പൂർത്തിയായി. കമ്മീഷനിംഗ് നടത്തിയ 35 EVM മെഷീനുകളും സ്ട്രോങ് റൂമിൽ എത്തിച്ചു. ഇനി 10 രാവിലെ EVM വിതരണം ചെയ്യും. ഷൊർണൂർ മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് നടപടിക്രമങ്ങൾക്കാവശ്യമായ EVM മെഷീനുകളുടെ കമ്മീഷനിംഗ് പ്രവൃത്തികൾ പൂർത്തിയാക്കി. ഷൊർണൂർ സെന്റ് തെരേസസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ശനിയാഴ്ച രാവിലെ മുതൽക്കാണ് റിട്ടേണിംഗ് ഓഫീസർ സിജു തോമസിന്റെ നേതൃത്വത്തിൽ നടപടിക്രമങ്ങൾ ആരംഭിച്ചത്. സ്ഥാനാർത്ഥി നിർദ്ദേശിച്ച പോളിംഗ് ഏജന്റുമാർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് റിട്ടേണിംഗ് ഓഫീസറും ജീവനക്കാരും EVM മെഷീനുകൾ കമ്മീഷനിംഗ് നടത്തിയത്. 35 വാർഡുകളിലെ 35 ബൂത്തുകളിലേക്കുള്ള 35 EVM മെഷീനുകളാണ്
കമ്മീഷനിംഗ് നടത്തിയത്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം EVM മെഷീനുകൾ സ്ട്രോങ് റൂമിലേക്ക് എത്തിച്ചു. ഇനി സ്ട്രോങ് റൂം പോലീസ് കാവലിലാണ്. ഡിസംബർ 10 രാവിലെ 10 മണിക്ക് EVM മെഷീനുകൾ വിതരണം ചെയ്യും. സ്ട്രോങ് റൂം, വോട്ടെണ്ണൽ കേന്ദ്രം എന്നിവ ഷൊർണൂർ സെൻറ് തെരേസസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തന്നെയാണ്. ഒരു ബൂത്തും ഇവിടെ പ്രവർത്തിക്കും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ആധുനിക അറവുശാല മുതൽ സാറ്റലൈറ്റ് നഗരം വരെ വിഭാവനം ചെയ്ത പാലക്കാട് നഗരസഭ LDF പ്രകടന പത്രിക പുറത്തിറക്കി. മറ്റുള്ളവരുടെ വികസന പദ്ധതികൾക്കുമേൽ കയറിയിരുന്നാണ് BJP വോട്ട് തേടുന്നതെന്നും LDF മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് സെക്രട്ടറി CP പ്രമോദ് പറഞ്ഞു. കഴിഞ്ഞ 10 വർഷം കൊണ്ട് സംസ്ഥാന സർക്കാർ 750 കോടി രൂപയുടെ വികസനമാണ് നഗരത്തിൽ നടപ്പിലാക്കിയതെന്നും എന്നാൽ 10 വർഷം കൊണ്ട് നഗരസഭ ഭരിച്ച BJP ജനാന്തര ബാധിച്ച നഗരമാക്കി മാറ്റിയെന്നും വാർത്താസമ്മേളനത്തിൽ CP പ്രമോദ് പറഞ്ഞു. പാതി വഴിയിൽ നിൽക്കുന്ന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാനാണ് LDF ലക്ഷ്യം വയ്ക്കുന്നത്. ടൗൺ ഹാൾ, ബസ് സ്റ്റാൻഡുകളുടെ നവീകരണം ഉൾപ്പെടെ പാതി വഴി നിൽക്കുന്ന പ്രവൃത്തികൾ 6 മാസത്തിനകം പൂർത്തിയാക്കും. കൃഷി, ആരോഗ്യം, വിനോദം, വിജ്ഞാനം, ഗതാഗതം, പ്രവാസിക്ഷേമം, സാമൂഹ്യക്ഷേമം, വ്യവസായം, വാണിജ്യം തുടങ്ങി സമസ്ത മേഖലയുടെയും വികസനമാണ് LDF ലക്ഷ്യം വയ്ക്കുന്നത്. LDF ഭരിക്കുന്ന നഗരസഭകളുടെയും സംസ്ഥാന സർക്കാരിൻ്റെ വികസനങ്ങളുടെയും മാതൃകയാക്കിയാണ് LDF പാലക്കാട് നഗരത്തിൽ വികസനം നടപ്പിലാക്കിയതെന്നും CP പ്രമോദ് പറഞ്ഞു. അതുപോലെ തന്നെ സ്റ്റേഡിയം, ബസ് സ്റ്റാൻഡുകൾ നവീകരിക്കപ്പെടും. എല്ലാം സമയബന്ധിതമായി പരിപാടികൾ പറഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ പുറമെയാണ് ഇന്ദിരാഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയം നിങ്ങൾക്ക് അറിയാം, 10-15 വർഷമായിട്ട് അങ്ങനെ കിടക്കില്ല. ഇന്നിപ്പോൾ അവിടെ അതിൻ്റെ പരിസരത്ത് പോയാൽ എന്താണ് സ്ഥിതി? ഒന്ന്, സെപ്റ്റിക് ടാങ്ക് വണ്ടികൾ, ആ മഞ്ഞ നിറത്തിലുള്ള വണ്ടികൾ പാർക്ക് ചെയ്തൊരു കേന്ദ്രമായി നിർമ്മിച്ചില്ല. ഇവിടെ കുട്ടികൾ കളിക്കേണ്ട സ്ഥലമല്ലേ? പാലക്കാട്ടുകാർക്ക് കായിക സ്വപ്നങ്ങളില്ലേ? നന്നാക്കാൻ വേണ്ടി കഴിഞ്ഞില്ലല്ലോ. അതിനകത്തൊരു എന്തെങ്കിലും ഒരു ടൂർണമെന്റ് നടന്നിട്ട് എത്ര കാലമായി? ഈ കഴിഞ്ഞ 10 വർഷം ഒന്നും നടന്നില്ല. ഇത്രയും കണ്ണായ സ്ഥലത്ത് ഇത്രയും വലിയ സൗകര്യം ഉണ്ടായിട്ടും അതിനെ വികസിപ്പിക്കാൻ കഴിഞ്ഞില്ല. നിങ്ങൾ മനസ്സിലാക്കില്ല, നേരത്തെ ഇവിടെ ടി കെ നൗഷർ സൂചിപ്പിച്ചതുപോലെ മറ്റ് നഗരസഭകളൊക്കെ ഏത് രൂപത്തിലാണ് ഇതിനെ കാണുന്നത്? ലാലൂരുമായി ബന്ധപ്പെട്ട വാർത്തകൾ നിങ്ങളുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടാവും. CPM ജില്ലാ സെക്രട്ടറി അംഗം TK നൌഷാദ്, LDF മുനിസിപ്പൽ ചെയർമാൻ മുരളി K താരേക്കാട് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വാണിയംകുളം ടൗണിൽ ആകാശപാത നിർമ്മിക്കുന്നതടക്കം നിരവധി വാഗ്ദാനങ്ങളുമായി NDA പ്രകടന പത്രിക പുറത്തിറക്കി. പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P വേണുഗോപാൽ പത്രിക പ്രകാശനം ചെയ്തു. പഞ്ചായത്തിൽ കോൺഗ്രസ് CPM കൂട്ടുകെട്ടാണെന്നും വേണുഗോപാൽ ആരോപിച്ചു. അർഹമായ എല്ലാവർക്കും പാർപ്പിടം, തരിശുഭൂമികൾ കൃഷിയോഗ്യമാക്കാൻ പ്രത്യേക പദ്ധതി, മുഴുവൻ വീടുകളിലും സൗജന്യ കുടിവെള്ളം, വിദ്യാർത്ഥികളുടെ സുരക്ഷ മുൻനിർത്തി വാണിയംകുളം ടൗണിൽ ആകാശപാത തുടങ്ങി നിരവധി വാഗ്ദാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രകടന പത്രികയാണ് ശനിയാഴ്ച ഒറ്റപ്പാലം പ്രസ് ക്ലബ്ബിൽ വെച്ച് പുറത്തിറക്കിയത്. വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P വേണുഗോപാൽ പ്രകടന പത്രിക പ്രകാശനം ചെയ്തു. കോൺഗ്രസ് CPM കൂട്ടുകെട്ടാണ് വാണിയംകുളം പഞ്ചായത്തിലുള്ളതെന്നും വേണുഗോപാൽ പറഞ്ഞു. വികസനത്തിന് 100 കൂട്ടം അവസരങ്ങൾ ഉണ്ടായിട്ടും അത് വേണ്ട രീതിയിൽ ഗുണപ്രദമായ രീതിയിൽ ചെയ്യാൻ വേണ്ടി ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യം ജനങ്ങൾ മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും ജനങ്ങൾ വാണിയംകുളം പഞ്ചായത്തിൽ ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുമ്പോൾ അത് ഇപ്പോഴത്തെ ശക്തമായ പ്രതിപക്ഷമായ അല്ലെങ്കിൽ ഏകപ്രതിപക്ഷമായ ഭാരതീയ ജനതാ പാർട്ടിയുടെ കൈകളിൽ വാണിയംകുളം പഞ്ചായത്തിന്റെ ഭരണം ഏൽപ്പിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. വെസ്റ്റ് ജില്ലാ സെക്രട്ടറി N മണികണ്ഠൻ, മേഖലാ സെക്രട്ടറി AP പ്രസാദ്, മണ്ഡലം ജനറൽ സെക്രട്ടറി P ജയരാജൻ, ഏരിയ സെക്രട്ടറി P സുനിൽകുമാർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലല്ല, മറ്റൊരു നിവൃത്തിയും ഇല്ലാത്തത് കാരണമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയതെന്ന് മന്ത്രി K രാജൻ. കോടതി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനാണെന്ന് വരികൾക്കിടയിലൂടെ പറഞ്ഞിരിക്കുകയാണ്. അവസാന നിമിഷം വരെ പീഡനത്തിൽ പ്രതിയാണെന്ന് ബോധ്യപ്പെടുന്ന ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടായിട്ടുള്ള ജനപ്രതിനിധിയെ സംരക്ഷിച്ചു എന്നതിൻ്റെ ചരിത്രത്തിലായിരിക്കും കോൺഗ്രസിനെ രേഖപ്പെടുത്തുകയെന്നും മന്ത്രി പറഞ്ഞു. കുന്നംകുളം മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു K രാജൻ. ഇക്കാര്യത്തിൽ ഒരു ജനപ്രതിനിധി എന്തായിക്കൂടാ എന്നുള്ളതിൻ്റെ വളരെ വലിയ ഉദാഹരണമാണ് ഇപ്പോൾ കോടതി തന്നെ കുറ്റക്കാരനാണ് എന്ന് വരികൾക്കിടയിലൂടെ പറഞ്ഞു വെച്ചിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. 9 ദിവസം കഴിഞ്ഞിട്ടും വളരെ ബോധപൂർവം അധികാര കേന്ദ്രങ്ങളെ കബളിപ്പിച്ചു പോകുന്ന ഒരാൾ കേരളത്തിൻ്റെ നിയമസഭാ അംഗം എന്ന നിലയിൽ തുടരുന്നത് തീർത്തും ശരിയല്ലാത്ത ഒരു നടപടിക്രമമാണ്. ഒരുപക്ഷെ ഇത്രമാത്രം സ്വന്തം പാർട്ടിയുടെ പ്രതിനിധികളെ പോലും സൈബർ ആക്രമണത്തിന് വിധേയമാക്കി, പാർട്ടി നേതാക്കളെ പോലും, തങ്ങൾക്കെതിരായി പറയുന്ന എല്ലാ പാർട്ടി നേതാക്കളെ പോലും സൈബർ ആക്രമണത്തിന് വിധേയമാകുന്ന ഒരു സംഘത്തെ കൂട്ടി വളരെ അഹങ്കാരത്തോടു കൂടി
ഒരു ജനപ്രതിനിധിയും ചെയ്യാൻ പാടില്ലാത്ത വിധത്തിലുള്ള നടപടിക്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ PM-ശ്രീ LDF നടപ്പാക്കില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ഇത് സംബന്ധിച്ച് CPIയും CPM-ഉം തമ്മിൽ വ്യത്യസ്ത നിലപാടുകളില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉൾപ്പെട്ടവർ ആരായിരുന്നാലും ശിക്ഷിക്കപ്പെടണമെന്നാണ് LDF-ൻ്റെയും CPI-യുടെയും നയമെന്നും ബിനോയ് വിശ്വം തൃശ്ശൂരിൽ പറഞ്ഞു. LDF മുന്നണിക്ക് ഒരു നിലപാടാണുള്ളത്. PM-ശ്രീ കേരളത്തിൽ LDF നടപ്പാക്കില്ല. ഇത് സംബന്ധിച്ച് CPM-നും CPI-ക്കും വ്യത്യസ്ത നിലപാടില്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. PM-ശ്രീയിൽ CPI CPM ചർച്ചകൾ നടന്നു കഴിഞ്ഞു. CPI-ക്കും CPM-നും PM-ശ്രീ വിഷയത്തിൽ രണ്ടഭിപ്രായങ്ങളില്ല. ഒരഭിപ്രായമാണ് PM-ശ്രീ സംബന്ധമായതൊന്നും LDF സർക്കാർ ചെയ്യില്ല എന്ന് LDF തീരുമാനിച്ചിട്ടുണ്ട്, CPM തീരുമാനിച്ചിട്ടുണ്ട്. CPI-ക്കും അറിയാം, എല്ലാ LDF ഘടകങ്ങൾക്കും അറിയാം കേരളത്തിൽ PM-ശ്രീ നടപ്പിലാക്കില്ല. എന്തുകൊണ്ടെന്നാൽ PM-ശ്രീയുടെ ആത്മാവ് NEP ആണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉൾപ്പെട്ടവർ ആരായാലും ശിക്ഷിക്കപ്പെടണം എന്നതാണ് LDF-ൻ്റെയും CPI-യുടെയും നയമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ഇന്ത്യ മറക്കാൻ പാടില്ലാത്ത ദിനമാണ് ഡിസംബർ 6. അന്നാണ് ബാബറി മസ്ജിദ് തകർത്തത്. മതേതര സംസ്കൃതിയാണ്, അടിത്തറയാണ് അന്ന് തകർന്നു വീണതെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. മുൻപ് ഉണ്ടായതിനേക്കാൾ വലിയ വിജയം ഇത്തവണ LDF മുന്നണിക്ക് ഉണ്ടാകും. LDF മുന്നണിക്ക് അനുകൂലമായ അന്തരീക്ഷമാണുള്ളതെന്നും ബിനോയ് വിശ്വം തൃശ്ശൂരിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. മരുന്ന് വ്യാപാര സ്ഥാപനങ്ങളിൽ ഓപ്പറേഷൻ ഡബിൾ ചെക്ക് എന്ന പേരിൽ നടത്തിയ പരിശോധനയെ സ്വാഗതം ചെയ്യുന്നതായി ഓൾ കേരള കെമിസ്റ്റ് ആൻഡ് ഡ്രഗിസ്റ്റ് അസോസിയേഷൻ. മരുന്നുകളുടെ ഗുണനിലവാരത്തെക്കുറിച്ച് പൊതുജനം ബോധവാന്മാരാകണമെന്നും അസോസിയേഷൻ പ്രസിഡന്റ് C. കൃഷ്ണകുമാർ പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. GST നടപ്പിലായതോടെ അന്യസംസ്ഥാനങ്ങളിൽ നിന്നും ഗുണനിലവാരമില്ലാത്തതും കാലാവധി കഴിഞ്ഞതുമായ മരുന്നുകൾ കേരളത്തിലെത്തുന്നുണ്ടെന്നും അസോസിയേഷൻ പ്രസിഡന്റ് കൃഷ്ണദാസ് പറഞ്ഞു. GSTയിലെ പഴുതുകൾ മുതലെടുത്താണ് അന്യസംസ്ഥാനങ്ങളിൽ നിന്നും വ്യാജമരുന്നുകൾ കേരളത്തിലെത്തുന്നത്. അംഗീകൃത മരുന്ന് കമ്പനിയുടെ പേരും ചിഹ്നവും വ്യാജമായി ഉപയോഗിച്ചാണ് വ്യാജമരുന്ന് നിർമ്മാണം. സർക്കാർ അംഗീകരിച്ച ലാഭവിഹിതത്തിൽ കൂടുതൽ ലാഭമെടുക്കുന്നതും അമിത വിലക്കുറവിൽ മരുന്ന് വിൽപ്പന നടത്തുന്ന മരുന്ന് ഷോപ്പുകളിലും തുടരെയുള്ള പരിശോധന ആവശ്യമാണ്. മരുന്ന് ഉൽപ്പാദന വിപണന മേഖലകളിലും പരിശോധന സംവിധാനങ്ങളും സർക്കാർ ഇടപെടൽ നിരന്തരം ഉണ്ടാകണം. പാലക്കാട് പിടിച്ചെടുത്ത കേരള മെഡിക്കൽ കോർപ്പറേഷൻ വിതരണം ചെയ്ത മരുന്നുകൾ ഗുണനിലവാരമില്ലാത്തതായിരുന്നു. പൊതുജനം QR കോഡ് പരിശോധിച്ച് മരുന്ന് വാങ്ങിച്ചാൽ ഒരു പരിധിവരെ വഞ്ചനയിൽ നിന്നും ഒഴിവാകാൻ കഴിയും. ഡ്രഗ്സ് കൺട്രോൾ ഇൻസ്പെക്ടർമാരുടെ കുറവും വാഹനമില്ലായ്മയും പരിശോധനയെ ബാധിക്കുന്നുണ്ടെന്നും കൃഷ്ണദാസ് പറഞ്ഞു. കഴിഞ്ഞ ഒരു പ്രാവശ്യം സെറോഫ്ലോയുടെ ഒരു ബാച്ച് 30 ലക്ഷത്തോളം രൂപ വില വരുന്ന സ്പ്യൂരിയസ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ വ്യാജ മരുന്ന്, ഡ്യൂപ്ലിക്കേറ്റഡ് ഉണ്ടായിട്ടുള്ള ഒരു മരുന്ന് പിടിക്കുകയും അതിൽ വലിയ ഇഷ്യൂ ഉണ്ടാവുകയും ചെയ്തു. അത് സപ്ലൈ ചെയ്യപ്പെട്ടത് തിരുവനന്തപുരത്തുള്ള ഒരു ആശ്വാസ് ഫാർമയിലേക്കാണ്. ആശ്വാസ് ഫാർമ എന്ന് പറയുന്നത് തിരുവനന്തപുരത്തുള്ള ഒരു വലിയ ചെയിനാണ്, റീറ്റെയിൽ ശൃംഖലയാണ്. അതിൽ 10-400ഓളം ബ്രാഞ്ചുള്ള ഒരു ശൃംഖലയാണ്. അവർ ആക്ച്വലി സിപ്ലയുടെ ഡിസ്ട്രിബ്യൂട്ടറാണ്. ആക്ച്വലി സിപ്ലയുടെ ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയുമ്പോൾ സിപ്ലയുടെ ഒറിജിനൽ ഡിസ്ട്രിബ്യൂട്ടറാണ്. അവർക്ക് സിപ്ലയിൽ നിന്ന് മരുന്ന് എടുക്കാവുന്നതേ ഉള്ളൂ. അവർ പക്ഷേ ഈ കൂടുതൽ ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് സിപ്ലയുടെ ഡിസ്ട്രിബ്യൂട്ടർ അല്ലാത്ത തൃശ്ശൂരുള്ള ഒരു മെഡ്വേൾഡ് ഫാർമ പറഞ്ഞിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂട്ടറിൽ നിന്ന് മരുന്ന് വാങ്ങിയിട്ടാണ് ഈ സംഭവം ഉണ്ടായത്. സെക്രട്ടറി പ്രദീപ് AK, സംസ്ഥാന കമ്മിറ്റി അംഗം ദിലീപ് കുമാർ, ജില്ലാ കമ്മിറ്റി അംഗം മോഹൻദാസ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ നെടുമ്പുര യൂണിറ്റ് കൺവെൻഷൻ നടന്നു. AKTA തൃശ്ശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഷൈബി ഡെയ്സൺ ഉദ്ഘാടനം ചെയ്തു. പിന്നെ അത് 50 രൂപയാക്കി മാറ്റി. ഇപ്പോൾ നമുക്ക് എന്താണ്, ഒരു അംഗം മരിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റിൽ നിന്ന് 42,000 രൂപയും പ്ലസ് നമ്മൾ ഇതുവരെ അടച്ച പൈസയും കൂടി നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം, നമ്മളിലുള്ള മുഴുവൻ ആളുകൾക്കും തയ്യൽ തൊഴിലാളി ക്ഷേമനിധിയിൽ അംഗത്വം സ്വീകരിക്കണമെങ്കിൽ പലരും നമ്മളോട് ചോദിക്കും, നമ്മൾ ഇതിൽ വന്നതുകൊണ്ട് നമുക്ക് എന്ത് ഉപകാരമാണ് ഉള്ളതെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും പറയാനുള്ള ഒരു കാര്യമേ ഉള്ളൂ. 60 വയസ്സാകുമ്പോൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അപേക്ഷയുമായി ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കിട്ടുമെന്ന് യാതൊരു ഉറപ്പുമില്ല. യൂണിറ്റ് പ്രസിഡന്റ് AP സൗദാമിനി അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി KV രജനി റിപ്പോർട്ട് അവതരിപ്പിച്ചു. സെക്രട്ടറി MT രമ്യ സംഘടന റിപ്പോർട്ട് അവതരിപ്പിച്ചു. യൂണിറ്റ് ട്രഷറർ TN രാധ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു. ഏരിയ പ്രസിഡന്റ് KK ശശിധരൻ, ഏരിയ ട്രഷറർ CR ബിന്ദു, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ M ദാമോദരൻ, MM ഖദീജ, C രതി തുടങ്ങിയവർ സംസാരിച്ചു. T രുക്മിണി സ്വാഗതവും M രാധ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി 2025-26 വർഷത്തിൽ ഉൾപ്പെടുത്തി തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിൻ്റെയും വള്ളത്തോൾ ഗ്രാമപഞ്ചായത്തിൻ്റെയും പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്ന പൈങ്കുളം റോഡ് 1-ാം മൈലിന് സമീപമുള്ള ഇറിഗേഷൻ്റെ കനാൽ റോഡ്
കോൺക്രീറ്റ് വർക്കുകൾ പുരോഗമിക്കുന്നു. നാട്ടുകാരുടെ ചിരകാല സ്വപ്നമാണ് റോഡ് യാഥാർത്ഥ്യമാകുന്നതോടെ നടപ്പിലാകുന്നത്. 2 മീറ്റർ വീതിയിലാണ് റോഡ് കോൺക്രീറ്റ് ചെയ്യുന്നത്. നിർമ്മാണ പ്രവൃത്തികളുടെ പുരോഗതി വിലയിരുത്താനായി സൈറ്റ് എഞ്ചിനീയറും മറ്റു ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിരുന്നു. വിയ്യൂർ ജയിലിൽ പരിസരത്ത് നിന്നും രക്ഷപ്പെട്ട കൊടുംകുറ്റവാളി ബാലമുരുകന് വേണ്ടി ഡ്രോൺ പരിശോധന. തെങ്കാശി കടയത്ത് മലനിരകളിലാണ് പരിശോധന നടത്തുന്നത്. ഇന്നലെ വേഷം മാറി വീട്ടിലെത്തിയ ബാലമുരുകനെ പിടികൂടാൻ പോലീസ് ശ്രമിച്ചെങ്കിലും മലയിലേക്ക് ഓടിക്കയറുകയായിരുന്നു. ഇന്നലെ വേഷം മാറി വീട്ടിലെത്തിയ ബാലമുരുകനെ പിടികൂടാൻ പോലീസ് ശ്രമിച്ചെങ്കിലും മലയിലേക്ക് ഓടിക്കയറുകയായിരുന്നു. തെരച്ചിലിനിടയിൽ 50 അംഗ സംഘത്തിലെ 5 പോലീസുകാർ ചെങ്കുത്തായ പാറയിടുക്കിൽ കുടുങ്ങുകയും ചെയ്തു. പാറയിടുക്കിൽ ബാലമുരുകൻ ഒളിച്ചിരിപ്പുണ്ടെന്ന നിഗമനത്തിലാണ് തിരച്ചിൽ തുടരുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂർ പേരാമംഗലത്ത് വഴിയിൽ ബൈക്ക് പാർക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തെ തുടർന്ന് 3 പേരെ കുത്തിയ പ്രതി പിടിയിലായി. പേരാമംഗലം സ്വദേശി കൃഷ്ണകിഷോറിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതി സ്വമേധയാ കീഴടങ്ങുകയായിരുന്നു. തിങ്കളാഴ്ച രാത്രി 9:30യോടെയായിരുന്നു സംഭവം. കൈപ്പറമ്പ് ഗ്രൗണ്ടിൽ നിന്ന് ബാഡ്മിൻ്റൺ കളിച്ചതിന് ശേഷം തിരിച്ചു വരികയായിരുന്ന അച്ഛനും മകനും സുഹൃത്തും ഉൾപ്പെടെ 3 പേരെയാണ് പ്രതി കൃഷ്ണകിഷോർ കുത്തിയത്. പേരാമംഗലം സ്വദേശി ബിനീഷ്, മകൻ അഭിനവ്, സുഹൃത്ത് അഭിജിത്ത് എന്നിവർക്കായിരുന്നു കുത്തേറ്റത്. മൂവരും 2 സ്കൂട്ടറുകളായി വീട്ടിലേക്ക് വരുന്നതിനിടെ പ്രതി വഴിയിൽ ബൈക്ക് പാർക്ക് ചെയ്ത് നിൽക്കുകയായിരുന്നു. ഇതോടെ അഭിജിത്ത് ഹോൺ മുഴക്കിയതാണ് തർക്കത്തിലേക്കും കത്തിക്കുത്തിലേക്കും നയിച്ചത്. തൊട്ടുപിറകെ മറ്റൊരു സ്കൂട്ടറിലെത്തിയ അഭിജിത്തിനെ സുഹൃത്തായ ബിനീഷും മകൻ അഭിനവും തർക്കത്തിൽ ഉൾപ്പെട്ടതോടെ പ്രതി കിഷോർ കൃഷ്ണ പ്രകോപിതനായി 3 പേരെയും കുത്തുകയായിരുന്നു. സംഭവത്തിന് ശേഷം ബൈക്കിൽ രക്ഷപ്പെട്ട പ്രതി പിന്നീട് ബൈക്ക് ഉപേക്ഷിച്ച് കാറിൽ വാളയാർ ചെക്ക് പോസ്റ്റ് വഴി തമിഴ്നാട്ടിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു. പേരാമംഗലം പോലീസ് തമിഴ്നാട്ടിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചതറിഞ്ഞ പ്രതി സ്വമേധയാ സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ലോക ഭിന്നശേഷി വാരാചരണത്തോടനുബന്ധിച്ച് സമഗ്ര ശിക്ഷ കേരളം BRC പഴയന്നൂരിൻ്റെ നേതൃത്വത്തിൽ ചെറുതുരുത്തി നിള ബോട്ട് ക്ലബ്ബിൽ സായാഹ്ന സദസ്സ് സംഘടിപ്പിച്ചു. ആറങ്ങോട്ടുകര പാഠശാല M. ശ്രീജിത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംഘത്തിൻ്റെ കഥയരങ്ങിലൂടെ സായാഹ്ന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. ഇതോടനുബന്ധിച്ച് നമ്മൾ ഡിസംബർ 3-ന് എല്ലാ കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും പങ്കെടുത്തുകൊണ്ട് തിരുവില്ലാമല ആനമല ഹോം സ്റ്റേയിലും പ്രോഗ്രാം അവതരിപ്പിച്ചിരുന്നു. നമ്മുടെ എല്ലാ കുട്ടികളും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ 2ാം ദിവസത്തെ പ്രോഗ്രാമാണ് സായാഹ്ന സദസ്സ്. ഇവിടെ നമുക്ക് വേണ്ടി, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി കഥയരങ്ങ് അവതരിപ്പിക്കുന്നത് ആറങ്ങോട്ടുകര പാഠശാല സംഘമാണ്. BRC പഴയന്നൂർ BPC പ്രമോദ് K അധ്യക്ഷത വഹിച്ചു. വിപിൻ, കാർത്തിക, കിഷൻ കാർത്തിക് എന്നിവർ അവതരിപ്പിച്ച കഥയരങ്ങ് കുട്ടികൾക്ക് ഏറെ ആസ്വാദകരമായിരുന്നു. BRC പരിധിയിലെ വിവിധ വിദ്യാലയങ്ങളിലെത്തിയ ഭിന്നശേഷി കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും കേക്ക് മുറിച്ചുകൊണ്ട് സൗഹൃദം പങ്കിട്ടു. ചെറുതുരുത്തി നിള ബോട്ട് ക്ലബ്ബ് സെക്രട്ടറി ജിതേഷ് KN, BRC ട്രെയിനർ ചാന്ദിനി VP, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ശർമിള PN എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ നിരവധി രക്ഷിതാക്കളും ഭിന്നശേഷി വിദ്യാർത്ഥികളും പങ്കെടുത്തു. ഇവർക്ക് വേണ്ട എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും നിള ബോട്ട് ക്ലബ്ബ് ഭാരവാഹികൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അഞ്ചാര വിറ്റു നടന്നു കുഞ്ചു, അഞ്ചാര കുഞ്ചു എന്ന പേരു വന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വാണിയംകുളത്ത് റൈസ് ഫ്ലവർ മില്ലിന് തീപിടിച്ചു. മില്ലിന്റെ മേൽക്കൂര പൂർണ്ണമായും കത്തിനശിച്ചു. ഷോർട്ട് സർക്യൂട്ട് ആകാൻ കാരണമെന്ന് പ്രാഥമിക നിഗമനം. സംഭവം വെള്ളിയാഴ്ച രാത്രി 9 മണിയോടെയായിരുന്നു. മില്ലിനുള്ളിൽ തീ പടർന്ന വിവരമറിഞ്ഞ് പ്രദേശവാസികൾ ഓടിക്കൂടി. മില്ലിനുള്ളിൽ പൊടിക്കാനായി വെച്ചിരുന്ന 150 കിലോയോളം തൂക്കം വരുന്ന ഉണക്കമുളക് പൂർണ്ണമായും കത്തിനശിച്ചു. ഷെഡിലെ ഇലക്ട്രിക് വയറുകളും കത്തിനശിച്ചു. ഷൊർണൂരിൽ നിന്നും അഗ്നിരക്ഷാസേന എത്തിയാണ് തീയണച്ചത്. 1.5 മണിക്കൂറോളം സമയത്തിന് ശേഷമാണ് തീ പൂർണ്ണമായും അണയ്ക്കാനായത്. വാണിയംകുളം KSEB അധികൃതരും ഒറ്റപ്പാലം പോലീസും സ്ഥലത്തെത്തിയിരുന്നു. ഷോർട്ട് സർക്യൂട്ടാണ് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. അതേസമയം മില്ലിനുള്ളിൽ ആട്ടിയ വെളിച്ചെണ്ണയും ഗ്യാസ് സിലിണ്ടറും സൂക്ഷിച്ചിരുന്ന ഭാഗത്തേക്ക് തീ പടരാതിരുന്നത് വലിയ അപകടം ഒഴിവായി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പയങ്കുളം മലപ്പടിക്ക് സമീപം വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി ലിറ്റർ കണക്കിന് ജലം പാഴാകുന്നു. 1 മാസത്തോളമായി വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ തുടരുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. എന്നാൽ അധികൃതർ മൗനത്തിലാണ്. ഇതെന്തായാലും ശരി, എത്രയും അടിയന്തരമായിട്ട് ഈ സംഭവങ്ങൾ ശരിയാക്കണം. ഇന്നലെ ഇത് നടക്കുന്ന സമയത്ത് നമ്മുടെ ബഹുമാനപ്പെട്ട MP
ഇവിടെ ടാക്കീസ് പിന്നെ കല്യാണ മണ്ഡപത്തിലുണ്ട്, കൺവെൻഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട്. ഞാൻ ഉടനെ ചെന്ന് അദ്ദേഹത്തോട് വിവരം പറഞ്ഞാലോ എന്ന് കരുതിയതാണ്. അപ്പോൾ എനിക്കത് പറ്റിയതുമില്ല. കാരണം അവിടെ സംഭവ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ശല്യപ്പെടുത്തേണ്ടെന്ന് കരുതി. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ മുകളിലൊരു നടപടി ഉണ്ടാക്കി തരണം, ജനങ്ങളെ സംരക്ഷിക്കണം. ഷൊർണൂർ ഗണേശഗിരി മഹാഗണപതി ക്ഷേത്ര മഹോത്സവത്തിന് കൊടിയേറി. താന്ത്രിക പൂജയ്ക്ക് ശേഷം ശനിയാഴ്ച രാവിലെയായിരുന്നു കൊടിയേറ്റം. ഞായറാഴ്ച രാവിലെ പൊങ്കാല സമർപ്പണവും നടക്കും. ഷൊർണൂർ ഗണേശഗിരി മഹാഗണപതി ക്ഷേത്രത്തിൽ കൊടിയേറ്റത്തിന് മുന്നോടിയായി ശനിയാഴ്ച രാവിലെ നിർമ്മാല്യ ദർശനം, ഗണപതി ഹോമം, ഉഷപൂജ, അഭിഷേക പൂജ എന്നിവ നടന്നു. മറ്റു താന്ത്രിക ചടങ്ങുകൾക്ക് ശേഷം കൊടിയേറ്റവും ഉണ്ടായി. ക്ഷേത്രം തന്ത്രി വൈഗാനസ ഭഗവത്, ബ്രഹ്മശ്രീ GN രാമഗോവിന്ദ ഭട്ടാചാര്യ എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു കൊടിയേറ്റ ചടങ്ങ് നടന്നത്. നിരവധി ഭക്തജനങ്ങൾ സന്നിധരായിരുന്നു. വൈകിട്ട് സഹസ്രനാമാർച്ചന, വിശേഷാൽ പൂജകൾ, ദീപാരാധന, പ്രസാദ വിതരണവുമുണ്ടായി. മഹോത്സവത്തിൻ്റെ ഭാഗമായി ഞായറാഴ്ച രാവിലെ 8 മണി മുതൽ പൊങ്കാല സമർപ്പണവും ഉണ്ടായിരിക്കും. 14 ഞായറാഴ്ച 2025 വർഷത്തെ ഉത്സവത്തിന് സമാപനമാകും. ന്യൂസ് സെൻ്റർ, ഷൊർണൂർ. ദേശമംഗലത്ത് 13ാമത് ദേശവിളക്കിന് തുടക്കമായി. ഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. തുടർന്ന് അയ്യപ്പൻ്റെയും വാവരുടെയും മാളികപ്പുറത്തമ്മയുടെയും കുടിവെപ്പ് കർമ്മം നടന്നു. ഉച്ചയ്ക്ക് ഉണ്ടായിരുന്നു. ഇത് ദേശമംഗലത്തെ ഏറ്റവും വലിയ ദേശവിളക്കായിട്ടാണ് ഇത് ഞങ്ങൾ കൊണ്ടാടുന്നത്. കൂടാതെ ഇതിനോടനുബന്ധിച്ച് രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം അന്നദാനം നടത്തുന്നുണ്ട്. ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഈ ദേശത്തെ ജാതി മത വ്യത്യാസമില്ലാതെ നാനാജനങ്ങളും ഇതിൽ പങ്കാളികളാവാറുണ്ട്. മാറ്റുലി. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ തിരിച്ചടിയാകുമോ? പ്രതികരണങ്ങളിലേക്ക്. ഒരു രാഷ്ട്രീയ പ്രതിനിധിക്ക് ചേർന്ന അതല്ലാത്ത പരിപാടികൾ ചെയ്യുമ്പോൾ അതും ഏത് രാഷ്ട്രീയത്തിൽ നിൽക്കുകയാണെങ്കിലും ആ രാഷ്ട്രീയത്തിനെ നല്ലതുപോലെ ബാധിക്കും. ഇന്ന് രാഹുൽ മാങ്കൂട്ടം ആയിരിക്കാം, നാളെ വേറൊരു വ്യക്തിയായിരിക്കും. അത് ചെയ്തു കഴിഞ്ഞാൽ അതാത് രാഷ്ട്രീയ പാർട്ടികൾക്കും വ്യക്തികൾക്കും നല്ലതല്ല. അത് ഏത് പാർട്ടിക്കാരായിക്കോട്ടെ, BJP ആയിക്കോട്ടെ, CPM ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, ആരും ഇങ്ങനെ ചെയ്യരുതേ എന്നാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. അത് ഇപ്പോൾ ചെയ്തത് കോൺഗ്രസ്സിന് നല്ലപോലെ ബാധിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം ഒരിക്കലും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പ്രതിപാദിക്കുന്നില്ല. കാരണം ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പ്രാദേശികമായ വിഷയങ്ങൾ ഉൾക്കൊണ്ടുകയാണ്. പ്രാദേശികമായ വാർഡ് വികസനവും മണ്ഡലതല വികസനങ്ങളെ എല്ലാം ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. അതിലൊരിക്കലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയവുമായി ബന്ധിക്കേണ്ടതില്ല. പിന്നെ ഇന്ന് കോടതി വിധി തന്നെ വന്നിട്ടുണ്ടല്ലോ, യുവ ചെറുപ്പക്കാരെ അനാവശ്യമായ കേസുകൾ കുടുക്കി മോശമായി ചിത്രീകരിക്കരുതെന്നല്ല. അത് തന്നെ അതിൻ്റെ തെളിവാണ്. ആര് കെട്ടിച്ചമച്ചാലും നീതിപീഠം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണ നൽകുമ്പോൾ ഇവിടെ CPMൻ്റെ ഇരട്ടത്താപ്പ് ഈ ഇലക്ഷൻ സമയത്ത് CPM ചെയ്യുന്ന തന്ത്രത്തെ പൊതുസമൂഹം തിരിച്ചറിയണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാഹുൽ മാങ്കൂട്ടത്തിന് സംരക്ഷണ വലയം തീർക്കുന്നത് കോൺഗ്രസ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാഹുലിന്റെ അറസ്റ്റ് കോടതി തടഞ്ഞത് സ്വാഭാവിക നടപടി. കൊല്ലത്തുണ്ടായ ദേശീയപാത തകർച്ച കേരളത്തിന്റെ തലയിൽ ഇടാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് നടക്കില്ലെന്നും ദേശീയപാതയുടെ മുഴുവൻ കാര്യങ്ങൾ നിശ്ചയിക്കുന്നത് NHA ആണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് പുറത്താക്കിയത് മറ്റൊരു നിവൃത്തിയും ഇല്ലാത്തതിനാലാണെന്ന് മന്ത്രി K രാജൻ. തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടിങ്ങിനാവശ്യമായ EVM മെഷീൻ കമ്മീഷനിംഗ് നടപടിക്രമങ്ങൾ ശനിയാഴ്ച പൂർത്തിയായി. സ്ട്രോങ് റൂമിലെത്തിച്ച EVM മെഷീനുകൾ ഇനി പോലീസ് കാവലിൽ. പുതുക്കി നിശ്ചയിച്ച വോട്ടർ പട്ടികയിൽ ഇത്തവണ പാലക്കാട് ജില്ലയിൽ 22,33,390 വോട്ടർമാർ. 11,51,562 പുരുഷ വോട്ടർമാരും 12,81,805 സ്ത്രീ വോട്ടർമാരും. മുനിസിപ്പാലിറ്റികളിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാർ പാലക്കാട്. പഞ്ചായത്ത് തലത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാർ അലനല്ലൂർ പഞ്ചായത്തിലും. ആധുനിക അറവുശാല മുതൽ സാറ്റലൈറ്റ് നഗരം വരെ വിഭാവനം ചെയ്ത പാലക്കാട് നഗരസഭ LDF പ്രകടന പത്രിക. മറ്റുള്ളവരുടെ വികസന പദ്ധതിക്കുമേൽ കയറിയിരുന്നാണ് BJP വോട്ട് തേടുന്നതെന്നും കഴിഞ്ഞ 10 വർഷം കൊണ്ട് നഗരവികസനത്തിനായി 750 കോടി രൂപ സംസ്ഥാന സർക്കാർ ചെലവഴിച്ചതായും LDF മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് സെക്രട്ടറി CP പ്രമോദ്. വാടകകുളം ടൗണിൽ ആകാശപാത നിർമ്മിക്കുന്നതടക്കം നിരവധി വാഗ്ദാനങ്ങളുമായി NDA പ്രകടന പത്രിക.
പഞ്ചായത്തിൽ കോൺഗ്രസും CPIM-ഉം കൂട്ടുകെട്ടെന്ന് BJP വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാൽ. കേരളത്തിൽ PM ശ്രീ LDF നടപ്പാക്കില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ഇത് സംബന്ധിച്ച് CPIM-ഉം CPI-യും വ്യത്യസ്ത നിലപാടുകളിലല്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉൾപ്പെട്ടവർ ആരായാലും ശിക്ഷിക്കപ്പെടണമെന്ന് തന്നെയാണ് LDF-ന്റെയും CPI-യുടെയും നയമെന്നും ബിനോയ് വിശ്വം. മുൻപുണ്ടായതിനേക്കാൾ വലിയ വിജയം ഇത്തവണ LDF-ന് ഉണ്ടാകും. ഇന്ത്യ മറക്കാൻ പാടില്ലാത്ത ഒരു ദിനമാണ് ഡിസംബർ 6 എന്നും ബിനോയ് വിശ്വം. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.